ഹായ് ഫ്രണ്ട്സ്, അബ്സു വേവിലേക്കിലേക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ല അടിപൊളി ഒട്ടും എണ്ണ പിടിക്കാത്ത നല്ല അടിപൊളി നല്ല സോഫ്റ്റായിട്ട് നല്ല ബബ്ലി ആയിട്ട് കിട്ടുന്ന നല്ല എളുപ്പത്തിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ നല്ല ടേസ്റ്റായിട്ടുള്ള ഒരു പൂരിൻ്റെ റെസിപ്പിയുമായിട്ടാണ് വന്നിട്ടുള്ളത്. ഇതുപോലെ ഈസി റെസിപ്പിക്ക് എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ട താഴെ കാണുന്ന ലൈക്ക് ബട്ടണിൽ ഒന്ന് ലൈക്ക് ചെയ്യാം, ഷെയർ ചെയ്യാം. അപ്പോൾ പെട്ടെന്ന് വീഡിയോയിലേക്ക് പോവാം. അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ ഞാൻ മൈദയാണ് എടുക്കുന്നത്. അത് ഞാനിപ്പോൾ 1 കിലോ മൈദയാണ് എടുത്തിട്ടുള്ളത്. അതിൽ ഞാൻ 3/4 ഓളമാണ് മൈദ എടുത്തിട്ടുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് എത്രയാണ് വേണ്ടി അതിനനുസരിച്ച് നിങ്ങൾക്ക് മൈദ എടുക്കാം. പ്രത്യേകിച്ച് കണക്കും കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ ഞാൻ ഇതിലേക്ക് ആദ്യം 2 നുള്ളി പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട്, 2 പിഞ്ച്. എന്നിട്ട് ഇതിലേക്ക് 1 ടേബിൾ സ്പൂണോളം ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ വെള്ളത്തിൽ ഞാൻ പച്ചവെള്ളത്തിൽ ആവശ്യത്തിനുള്ള ഉപ്പ് അതിൽ വെള്ളത്തിൽ തന്നെ ഞാൻ മിക്സാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ ഇട്ട് കൊടുത്തിട്ടുള്ള 2 നുള്ളി പഞ്ചസാരയും ഈ ഓയിലും കൂടി എല്ലാ വശത്തും ഒന്ന് മിക്സ് ചെയ്യണം കേട്ടോ. മെയിൻ ഈ ഓയിലാണ് കേട്ടോ. അത് എല്ലാ വശത്തും ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ച് കൊടുക്കാം. എന്നിട്ട് ഞാൻ ഉപ്പ് കലക്കിയിട്ടുള്ള ഈ പച്ചവെള്ളം ഇതിലേക്ക് ഒഴിച്ചിട്ട് കുറേശ്ശെ ഒഴിച്ചിട്ട് നമുക്കിത് നല്ലോണം ഒന്ന് കുഴച്ചെടുക്കണം കേട്ടോ. നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. പച്ചവെള്ളം മാത്രം മതിയാവും കേട്ടോ. അപ്പോൾ നമ്മൾ ഒരുപാട് വെള്ളം നേരത്തെ തന്നെ ഒഴിച്ചാൽ പിന്നെ വെള്ളം ഏറിപ്പോവും. വെള്ളം ഒരുപാട് ഏറിപ്പോയാലും എണ്ണ നല്ല കുടിക്കും കേട്ടോ. അപ്പോൾ അതിന് വേണ്ടി തന്നെ നമുക്ക് അല്പം വെള്ളം ചേർത്തിട്ട് ഇതുപോലെ നല്ലോണം മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് ഇപ്പോൾ നമുക്കിതുപോലെ നല്ലോണം ഒന്ന് കുഴച്ച് സോഫ്റ്റാക്കി എടുക്കാം കേട്ടോ. അപ്പോൾ നമുക്കിതൊന്ന് നല്ലോണം കുഴച്ച് സോഫ്റ്റാക്കി എടുക്കാം. എൻ്റെ ചാനലിൽ ഒരുപാട് വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കാം. അതുപോലെ നിങ്ങൾക്ക് ഉപകാരപ്പെടാൻ തോന്നുകയാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഫാമിലിക്ക് എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും അതുപോലെ താഴെ കണ്ട ലൈക്ക് ബട്ടണിൽ തൊടാനും മാർക്ക് ചെയ്തിട്ടോ. ഒരുപാട് വ്യൂസൊക്കെ പോയാലും പക്ഷേ ലൈക്ക് ചെയ്യാൻ മറന്നു പോവാണ്. അപ്പോൾ താഴെ കാണുന്ന ലൈക്ക് ബട്ടൺ ഒന്ന് തൊട്ടെടുത്താൽ കാണുന്ന എനിക്കും കുറച്ച് സന്തോഷം കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ അങ്ങനെ ഞാൻ ഇതുപോലെ ഒന്ന് കുഴച്ച് വെച്ചിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് മൂടി വെക്കാണ് കേട്ടോ. നമ്മൾ മാവ് ഉണങ്ങാതെ നിൽക്കാൻ. ഇനി നമുക്ക് ഒരു അരമണിക്കൂറോളം ഞാനൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാണ്. സമയമില്ലെങ്കിൽ അപ്പം തന്നെ നമുക്ക് ചുടും ചെയ്യാം കേട്ടോ. ഞാൻ ഒരു അരമണിക്കൂറോളം വെച്ചിട്ട് അപ്പോൾ തന്നെ കുട്ടികളൊക്കെ ഒന്ന് നീപ്പിച്ച് അവരൊക്കെ പല്ല് തേച്ച് അവരെ കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്യാൻ പോയി. അതിന് ശേഷം ഇപ്പോൾ വന്ന് ഞാനിങ്ങനെ മാവ് ഓരോരോ ബോൾസാക്കി ഇങ്ങനെ എടുക്കാൻ കേട്ടോ. പറ്റ കുഞ്ഞാവരുത്, അതുപോലെ ഒരുപാട് വലിയ ബോൾസ് ആവരുത് കേട്ടോ. അപ്പോൾ ചെറിയ ഒരു മീഡിയം സൈസിലുള്ള ഉരുളകളാക്കി വെക്കാം. ഓയിൽ ചൂടാക്കാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് നല്ലോണം ഓരോരോ ബോൾസ് ആക്കിയിട്ട് നമുക്കൊന്ന് പരത്തിയെടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഇതേ രീതിക്ക് ഒരുപാട് തിന്നാവരുത്, അതുപോലെ ഒരുപാട് കട്ടിയാവരുത്, ഒരു മീഡിയം സൈസ് ഒരു കട്ടിയിൽ നമുക്കിതൊന്ന് പരത്തിയെടുക്കാം കേട്ടോ. അപ്പോൾ ഇതേപോലെ നമുക്ക് ഓരോന്നായിട്ട് ഞാൻ പരത്തി ഒരു സൈഡിലേക്ക് ഇങ്ങനെ വെക്കുകയാണ്. എന്നിട്ട് നമുക്ക് കുറച്ച് ഞാൻ പരത്തിയിട്ടുണ്ട്. അതിന് ശേഷം നമുക്ക് ഇങ്ങനെ ഉണ്ട് പൊരിക്കാൻ തുടങ്ങാം കേട്ടോ, ഫ്രൈ ചെയ്യാൻ തുടങ്ങാം. അപ്പോൾ ഇതേ രീതിക്കാണ് പരത്തേണ്ടത്. അപ്പോൾ ഞാൻ ബിഗിനേഴ്സിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇത്രയും ക്ലിയറായിട്ട് പറയുന്നതും കാണിക്കുന്നത് കേട്ടോ. എല്ലാവർക്കും ഇത് ആർക്കും അറിയാത്തതെന്നുള്ളതല്ല, പക്ഷേ ആദ്യമായിട്ട് ട്രൈ ചെയ്യുന്നവർക്കും ബിഗിനേഴ്സിനും ഒട്ടും അറിയില്ല. അപ്പോൾ എങ്ങനെ പരത്തേണ്ടി കനത്തിലാണോ എന്നൊക്കെ ഒരുപാട് ഡൗട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് ഇത്ര ക്ലിയറായിട്ട് ഞാൻ പറയുന്നത്. എന്നിട്ട് നമ്മൾ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് നല്ല ചൂടായ ഓയിലിലേക്ക് നമ്മൾ ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇട്ടതിന് ശേഷം ഒരു മീഡിയം ഫ്ലെയിമിലേക്ക് വെച്ച് കൊടുക്കാം കേട്ടോ. എന്നാൽ ഇട്ട പടനെ ഇതേപോലെ നല്ല പൊന്തി കിട്ടും ചെയ്യും, ഒട്ടും തന്നെ എണ്ണ പിടിക്കും കേട്ടോ. അപ്പോൾ ഇതേപോലെ ബബിളായിട്ട് ഞാൻ 2 നേരത്തെ പൊരിച്ച് ആ പാത്രത്തിലിട്ടുണ്ട്. കണ്ടില്ല എത്രയും ബബിളായിട്ട് ആ പാത്രത്തിൽ നിൽക്കുന്നത്. ഇതേ രീതിക്ക് ഓരോന്നായിട്ട് ഞാനൊന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ നല്ല എളുപ്പമാണ്. ഇനി അടുത്തതും കൂടി ഇതിലേക്ക് ഇതേപോലെ ഒന്ന് ഇട്ട് കൊടുക്കുകയാണ്. അപ്പം കാണുമ്പോൾ തന്നെ കൊതിയാവില്ല. എല്ലാവർക്കും ട്രൈ ചെയ്ത് നോക്കാം. നല്ല എളുപ്പമാണ് കേട്ടോ ഉണ്ടാക്കാൻ, കഴിക്കാൻ. അതുപോലെ നല്ല ടേസ്റ്റാണ്. ഇതിനൊക്കെ ചിക്കൻ കറി, മുട്ടക്കറി, പച്ചക്കറി, ഏത് കറി ആണെങ്കിലും നല്ല അടിപൊളി കോമ്പിനേഷനാണ്. ഉരുളക്കിഴങ്ങും മസാല കറി ആക്കിയാലും ഒക്കെ നല്ല അടിപൊളിയാണ് കേട്ടോ.